ഡെങ്കിപ്പനി പ്രതിരോധത്തിനെതിരെയാണ് വലിയൊരു നാഴികക്കല്ല് എന്ന് പറയാൻ സാധിക്കുന്ന വാക്സിൻ ക്യൂഡെങ്ക ഉപയോഗത്തിന് സജ്ജമായിട്ടുണ്ട്. 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ വാക്സിൻ സ്വീകരിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതോടുകൂടി വാക്സിനേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാകും എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കറിക്ക് ഉപ്പ് കുറഞ്ഞതിന് ഹോട്ടൽ ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കടയുടമ അങ്കമാലി മീൻവിലാസം ഹോട്ടൽ ഉടമയാണ് ജീവനക്കാരനെ ആക്രമിച്ചത്. ഫിഷ് ഫ്രൈ ഫ്രഷ് ആയില്ലെന്നും കറിക്ക് ഉപ്പില്ലെന്നും ആരോപിച്ചായിരുന്നു അക്രമം. അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ആക്രമണത്തിനിരയായ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം തന്നെ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ആക്രമണത്തിന് ഇരയായ ഷെഫിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഹോട്ടലിൽ ഉടമ തന്നെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി പോരാ, അതിന് ഉപ്പ് പോരാ, മീൻ മോശമാണ് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഷെഫുമായി ഇയാൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിന് ഷെഫ് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ സ്ഥാപനത്തിലെ ഹോട്ടലിലെ ഫ്രീസർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തകരാറിലാണ്. അക്കാര്യങ്ങൾ ഉടമകളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് നന്നാക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ അത് ശരിയാക്കിയില്ല എന്ന് ഈ ഷെഫ് മറുപടി പറഞ്ഞു. തുടർന്ന് വാക്കുതർക്കം കൂടുതൽ മൂർജിക്കുകയും ഇയാളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അടുക്കളയിലേക്ക് പോയ ഷെഫിന് പിന്നാലെ എത്തിയ ഈ ഹോട്ടൽ ഉടമ അയാളെ കറിക്കത്തി കൊണ്ട് ആക്രമിക്കുന്നത്, കയ്യിൽ മുറിവേൽപ്പിക്കുകയും വെട്ടി മുറിവേൽപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവായിരുന്നു ഷെഫിന്റെ കയ്യിലേറ്റത്. അപ്പോൾ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയ്ക്ക് ശേഷം, പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട അങ്കമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ പ്രതിയാക്കിക്കൊണ്ട്, ഈ ഹോട്ടൽ ഉടമയെ പ്രതിയാക്കിക്കൊണ്ട് 4 പേർ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ ഉടമയെ പ്രതിയാക്കിക്കൊണ്ട് 4 പേർ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഇതിൽ 4 ഉടമകളിൽ ഒരാളാണ് ഈ ഒരു ആക്രമം ഷെഫിന് നേരെ അഴിച്ചുവിട്ടത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കും തുടർ നടപടികളിലേക്കും എല്ലാം തന്നെ കടക്കും. പോലീസ് ഈ അങ്കമാലിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹോട്ടലിൽ, ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്ന ഹോട്ടലിലെത്തി പരിശോധനകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ വിശദമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും പോവുക എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മലപ്പുറം സ്വദേശികളായ 4 പേരാണ് ഹോട്ടലിന്റെ നടത്തിപ്പുകാർ.